ഹായ്, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുള്ളായ ഒരു ഇംഗ്ലീഷ് സ്ട്രക്ചർ പഠിക്കാം. സാധാരണ നമ്മൾ പറയാറില്ലേ, കളിച്ചുകൊണ്ടിരിക്കൂ, വായിച്ചുകൊണ്ടിരിക്കൂ എന്നൊക്കെ. കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോടാണ് നമ്മൾ ആ പ്രവൃത്തി തുടർന്നോളൂ എന്ന് പറയുന്നത്. അതിനാണ് കളിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമുക്ക് പറയാം വായിച്ചുകൊണ്ടിരിക്കൂ എന്ന്. അതും ആ ഒരു പ്രവൃത്തി തുടർന്നോളൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം. കളിച്ചുകൊണ്ടിരിക്കൂ, കീപ് പ്ലേയിങ്. വായിച്ചുകൊണ്ടിരിക്കൂ, കീപ് റീഡിങ്. പാടിക്കൊണ്ടിരിക്കൂ, കീപ് സിംഗിങ്. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കൂ, കീപ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. ഇതിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കൂ. കീപ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. പ്ലേ ആണെങ്കിൽ പ്ലേയിങ് എന്നാക്കുക, റീഡ് ആണെങ്കിൽ റീഡിങ് ആക്കുക. അതുപോലെ എല്ലാ വേർബ്സിൻ്റെ ഒപ്പം ING ഫോം ചേർത്ത് കീപ്പ് എന്ന വേർഡ് കൂടി അതിന് മുന്നിൽ ആഡ് ചെയ്താൽ നമുക്ക് ഇത്തരം ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് എഴുതാൻ മറക്കല്ലേ.